ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഈ ബൈബിൾ ഭാഗം നാം കാണുന്നത് കഠിനമായ ശുശ്രൂഷകൾക്ക് ശേഷവും തന്റെ പിതാവായ ദൈവവുമായി ബന്ധപ്പെടുന്നതിനായി വിജിത സ്ഥലത്തേക്ക് പോകുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തിരക്കുകൾക്കിടയിലും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ എന്ന വലിയ മാതൃകയാണ് യേശു ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ജനക്കൂട്ടം അവനെ തടഞ്ഞു നിർത്താൻ പരിശ്രമിച്ചപ്പോഴും തന്റെ ലക്ഷ്യം ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷം അറിയിക്കുക എന്നതാണെന്ന് യേശു വ്യക്തമാക്കുന്നു. അത്ഭുതങ്ങൾ വചനത്തെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള അടയാളങ്ങൾ മാത്രമാണെന്ന് യേശു ഇതിലൂടെ കാണിച്ചു തരുന്നു. ഈ ബൈബിൾ ഭാഗം അവസാനിക്കുന്നത് അവൻ യൂദായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് യേശുവിന്റെ സുവിശേഷം ഓരോരുത്തരും നിശ്ചലമായിരുന്നു ഇല്ലെന്നും അത് നിരന്തരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നുവെന്നും കാണിച്ചു തരുന്നു. ചുരുക്കത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പൂർത്തിയാക്കുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് ഈ വചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.